കല്യാണത്തിന് ഡേറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. പ്രയാസങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടുകളില്ല, സങ്കടപ്പാടുകളില്ല. ഒരു ദിവസം ഉസ്താദേ മഗ്‌രിബിന്റെ സമയത്ത് അവൾ അയൽവക്കത്തേക്ക് പോയതാണ്. അയൽവക്കത്തിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ വല്ലാത്തൊരു പ്രയാസത്തിലാ വന്നിട്ടുള്ളത്. അന്ന് മുതൽ ഉസ്താദേ ഇന്ന് വരെ എന്റെ പെങ്ങൾ മര്യാദയ്ക്ക് ഒരാളോട് സംസാരിക്കാറില്ല. ഉസ്താദേ എന്റെ പെങ്ങൾ ഉട്ടെടുത്ത വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രത്തിന്റെ അവസ്ഥ പോലും അവൾ നോക്കാറില്ല. പ്രയാസപ്പെട്ടിരിക്കുകയാ. ഞാൻ ആ കാറിലേക്ക് നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇടത്തും വലത്തുമായി രണ്ട് ഉമ്മമാരിയ്ക്കുന്നുണ്ട്. അവരിങ്ങനെ ആ പെണ്ണിനെ പിടിച്ചിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഒരു ദയനീയമായ നോട്ടം ആ കാറിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആ സഹോദരി എന്നിലേക്ക് നോക്കിയപ്പോ എന്റെ ഉള്ളൊന്ന് പടഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല, ഏത് വലിയ ഡോക്ടർമാരെ കാണിക്കാനും ആ കുടുംബത്തിന് കഴിയുമല്ലോ. എത്ര രൂപയുണ്ടായിട്ടും കാര്യമില്ല. പടച്ചതമ്പുരാൻ നമ്മുടെ നരമ്പുണ്ടല്ലോ, ആ നരമ്പിനൊരു തകർച്ച അല്ലാഹു അങ്ങ് നൽകിക്കഴിഞ്ഞാൽ, ഒരു നരമ്പിനൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ എത്ര പണം കൊടുത്തിട്ടും കാര്യമുണ്ടാകുന്നതല്ല. പടച്ചതമ്പുരാൻ നമ്മെ പരീക്ഷിച്ചു കഴിഞ്ഞാൽ ആ പരീക്ഷണത്തിൽ നിന്നൊരിക്കലും നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഞാൻ നിങ്ങൾക്കൊരു സ്വലാത്ത് ഇതാ നിങ്ങൾക്ക് സ്ക്രീനിലൂടെ കാണാൻ പറ്റുന്നതാണ്. ഒരിക്കലും ഒഴിഞ്ഞു പോകല്ലേ. വിശുദ്ധമായ സ്വലാത്തുണ്ടല്ലോ, ഇതൊരു വല്ലാത്ത അത്ഭുതമുള്ള സ്വലാത്താണ്. ഒരുപാട് രോഗത്തിന്റെ മരുന്നാണ്, ഒരുപാട് രോഗത്തിന്റെ മരുന്നാണ്. കാലുവേദനയുള്ള മനുഷ്യന്മാരെ, കാലുവേദനയുള്ള ഉമ്മമാരെ, നിങ്ങളുടെ വേദനയുള്ള ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തിൽ നിങ്ങൾ കയ്യങ്ങ് വെച്ചോ. എന്നിട്ട് ഈ തിബ് സ്വലാത്തുണ്ടല്ലോ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അങ്ങ് ചൊല്ലിക്കോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഹാർട്ടിന് അസുഖമുള്ളവര്, അതുപോലെ തന്നെ ക്യാൻസർ രോഗികള്, അതുപോലെയുള്ള മറ്റുള്ള മാരകമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടല്ലോ, ആ ആളുകളെല്ലാവരും ഈ സ്വലാത്ത് പതിവാക്കിക്കോ. രോഗമുള്ളവനും ചൊല്ലിക്കോ, രോഗമില്ലാത്ത ആളുകളുണ്ടല്ലോ അവരും ചൊല്ലിക്കോ. എന്തിനാണെന്നറിയോ? പടച്ചവനെ മാരക രോഗം തന്നെ പരീക്ഷിക്കരുതേ അല്ലാ. കീറി മുറിക്കുന്ന രോഗം എനിക്ക് നൽകല്ലേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗം എനിക്ക് തരല്ലേ അല്ലാ. പടച്ചവനെ റഹ്മാനായ റബ്ബേ, മരുന്നില്ലാത്ത രോഗം തന്നെ പരീക്ഷിക്കല്ലേ അല്ലാ. എത്ര പേരാ മരുന്നില്ലാത്ത രോഗം തന്നുകൊണ്ട് പടച്ചതമ്പുരാൻ പരീക്ഷിച്ച് എത്ര പേരാ ഉള്ളത്. റഹ്മാനായ റബ്ബേ, അങ്ങനത്തെ ഒരു രോഗവും ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ അല്ലാ. ഞങ്ങൾ ഈ നൂറേ അജ്മീറിലുള്ള ഒരൊറ്റ കുടുംബത്തിനും നീ നൽകല്ലേ അല്ലാ. എന്റെ ഉമ്മമാരെ ഉപ്പമാരെ മനസ്സറിഞ്ഞുകൊണ്ട് ചൊല്ലിക്കോ, കൂട്ടത്തിൽ ചൊല്ലണേ കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രോഗമുള്ളവനും ചൊല്ലണേ, രോഗമില്ലാത്തവനും ചൊല്ലണേ. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണേ, ഖിബിലക്ക് നേരെ തിരിയണേ. എന്നിട്ട് പെണ്ണുങ്ങളെ നിങ്ങളുടെ ഔറത്തുകളെല്ലാം മറക്കണേ. ആണുങ്ങളെ നല്ല വസ്ത്രം ധരിക്കണേ, തലയിൽ ഒരു തൊപ്പിയോ ടവലോ വെക്കണേ. വിശുദ്ധമായ മജ്ലിസിൽ വെള്ളം വെച്ച ആളുകളുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ മന്ദിരിച്ചുകൊണ്ട് ഊതണേ. മാരകമായ രോഗം വരാതിരിക്കാൻ, പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകൾ നമുക്ക് വരാതിരിക്കാൻ ചൊല്ലിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങളെല്ലാം നീ ശിഫ നൽകണേ അല്ലാ. എല്ലാവരും ഒന്നാമീൻ പറഞ്ഞേ ഉമ്മ. പടച്ചവനെ, ഞങ്ങളുടെ സകലമാന രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെയും രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ആരെയും നീ രോഗം തന്നുകൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാ. പടച്ചവനെ, കീറി മുറിക്കുന്ന രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാ. ജനങ്ങൾ വെറുക്കുന്ന രോഗം നിന്നുകൊണ്ട് പരീക്ഷിക്കല്ലേ അല്ലാ. പടച്ചവനെ, കൊറോണ ബാധിച്ചുകൊണ്ട് ഒരുപാട് പേര് വീടുകളിൽ വിശ്രമിക്കുന്നുണ്ട് അല്ലാ. ഒരുപാട് പേര് റഹ്മാനായ റബ്ബേ കൊറോണ കാരണം കൊരച്ച് ശ്വാസം പോലും കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട് അല്ലാ. ഈ തിബ്ബ് സ്വലാത്തിന്റെ ഫദ്ല് കാരണമായി റഹ്മാനായ റബ്ബേ അവരുടെ രോഗം നീ ശിഫ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഈ സ്വലാത്തിന്റെ ഫദ്ല് കാരണമായി സാധുക്കളായ പാപികളായ ഞങ്ങളുടെ സകല രോഗങ്ങളും നീ ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ, ആഫിയത്ത് തരണേ അല്ലാ.